Hi everyone, welcome to X&Y Olympiads. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SOF ഒളിമ്പ്യാഡ്സിനെ പറ്റിയാണ്. SOF ഫൗണ്ടേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഇത് ആർക്കൊക്കെ എഴുതാൻ പറ്റും, ഏത് സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാം. സോ ബേസിക്കലി ജസ്റ്റ് ഒളിമ്പ്യാഡ്സ് എന്താണെന്ന് ഞാൻ പറയാണ്. വാട്ട് ഇസ് ഒളിമ്പ്യാഡ്സ് അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്താണ്? കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ടു അസസ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് നോളജ്. അപ്പോൾ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്കൂളിലെ ഫൈനൽ ടെസ്റ്റ് എഴുതുന്നു, ഇയർലി ആയിട്ടുള്ള ബോർഡ് എക്സാംസ് എഴുതുന്നു, അടുത്ത ക്ലാസ്സസിലേക്ക് പോകുന്നു. ഇതിന് പുറമെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കുറച്ചും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രോബ്ലം സോൾവിങ് ആൻഡ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്ന ടെസ്റ്റുകൾ നമ്മൾ ഒളിമ്പ്യാഡ്സ് ആണ് മേജർ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മാത്ത് ആൻഡ് സയൻസ് ഒളിമ്പ്യാഡിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ നമ്മുടെ SOF ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞാൽ, SOF ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ ആണ് SOF. അവർ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരു 25+ ഇയേഴ്സ് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ്, എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ദേ പ്രൊമോട്ട് എന്താണ് അക്കാഡമിക് കോമ്പറ്റീഷൻസ് ടു ബിൽഡ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എമംഗ് സ്കൂൾ സ്റ്റുഡൻസ്. സോ കഴിഞ്ഞ SOF ഒളിമ്പ്യാഡ്സിലും നമ്മളുടെ സ്റ്റുഡൻസിന് ഒരുപാട് നല്ല റിസൾട്ട്സുകൾ കിട്ടിയിരുന്നു. സോ അവരെന്താണ്, ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് വരാനാണ് നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ അവരുടെ ഫോക്കസ് ഇസ് ഓൺ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്ട്സിലാണ് അവർ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ എപ്പോഴാണ് ഈ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്, ആർക്കൊക്കെ എഴുതാന്ന് ചോദിച്ചാൽ, സോ ജനറലി സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ ആ ഒരു പീരീഡിലാണ് SOFന്റെ ഒളിമ്പ്യാഡുകൾ നടക്കുന്നത്. ആൻഡ് ആർക്കൊക്കെ എഴുതാന്ന് ചോദിച്ചാൽ 1 മുതൽ 12 വരെ, 1 to +2 ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനും SOFന്റെ ഒളിമ്പ്യാഡ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിനുള്ള, ചിലപ്പോൾ നമ്മൾ മാത്സ് ആയിരിക്കും നമ്മുടെ ഫേവറേറ്റ്, ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും നമ്മുടെ ഫേവറേറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ SOFന്റെ കമ്പ്യൂട്ടർ സയൻസിനുള്ള ഒളിമ്പ്യാഡ് ഉണ്ട്, നാഷണൽ സയൻസ് നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡ് ഉണ്ട്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ജനറൽ നോളജ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി. അതായത് ഒരു 8 സബ്ജക്ട്സിൽ നമുക്ക് എന്തുണ്ട്, SOF ഒളിമ്പ്യാഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇവരുടെ രജിസ്ട്രേഷനും എങ്ങനെയാണ് ഈ എക്സാമിന്റെ ഒരു ടഫ്നെസ് ഒക്കെ നമുക്ക് നോക്കാം. സോ രജിസ്ട്രേഷൻ, സ്കൂൾസ് ഫസ്റ്റ് രജിസ്റ്റർ ഫോർ ദ ഒളിമ്പ്യാഡ് ആൻഡ് ദെൻ എൻറോൾ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഫോർ ദ ടെസ്റ്റ്. അപ്പോൾ SOF ഒളിമ്പ്യാഡ്സ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സ്കൂളുകളാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊരു പാരന്റോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന POC ആരാണോ ആ ഫാക്കൽറ്റിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് താഴെ ഞാൻ SOFന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ സ്കൂളുകളാണ് ഇതിന്റെ ടൈം ആവുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. സ്കൂൾ രജിസ്റ്റർ ചെയ്തിട്ട് സ്കൂൾ എന്ത് ചെയ്യുക, ആ സ്കൂളിലുള്ള എക്സാം എഴുതാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ സ്കൂൾ ത്രൂ ആണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. ദെൻ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി വേരിയസ് ഫ്രം മോഡറേറ്റ് ടു ഹൈ, അതായത് ഒരു മീഡിയം ടു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ടൈപ്പ് എക്സാം ആണ് ഒബ്വിയസ്ലി. ആൻഡ് മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള സബ്ജക്ട്സിലൊക്കെ ഒരു മോഡറേറ്റ്, ഒരു മീഡിയം ടു ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് എന്താണ്, ഒരു വളരെ വലിയൊരു ക്യാച്ച് അവരുടെ ഒരു അവാർഡ്സ് ആണ് അല്ലേ. സോ വിന്നേഴ്സിന് സർട്ടിഫിക്കറ്റ്സ്, മെഡൽസ്, ക്യാഷ് പ്രൈസുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് നമ്മുടെ SOF ഒളിമ്പ്യാഡ് 2 സ്റ്റേജ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് നമ്മൾ രജിസ്ട്രേഷന്റെ പ്രോസസ്സിൽ വേണ്ടത് എന്ന് നോക്കിയാൽ, നമ്മൾ സ്കൂൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സ്കൂൾ രജിസ്ട്രേഷൻ ഫ്രം സ്കൂൾസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള സ്കൂൾസിനും പുറത്തുള്ള സ്കൂൾസിനും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഈ സ്കൂൾസുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമുകളും കാര്യങ്ങളും മുഴുവൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരു സ്കൂൾ ആവട്ടെ, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള സ്കൂൾ ആവട്ടെ, നിങ്ങളുടെ സ്കൂൾസിൽ എന്ത് ചെയ്യാം, ഈ രജിസ്ട്രേഷൻ ഫോംസ് ത്രൂ രജിസ്റ്റർ ചെയ്യാം. ആൻഡ് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഷീറ്റ് ആൻഡ് സ്റ്റുഡൻറ് കൺസെൻറ്റ് ഫോം, ഇപ്പോൾ ഈ ഫോമുകൾ സ്കൂളുകൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഫോമുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഏതൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. 1, 2, 3, 4, 5, 6, 7, 8 ടെസ്റ്റുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ്, ഏതൊക്കെ ഡേറ്റ് ആണ് നിങ്ങൾ സ്കൂൾ അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫില്ല് ചെയ്യാം. സോ ജനറലി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഡേറ്റ്സിലാണ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ 3 മന്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SOFന്റെ സ്റ്റേജ് 1 നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളിന് ഇന്ന നവംബറിലായിരിക്കാം ടെസ്റ്റ് നടത്താൻ എന്താണ് കൺവീനിയൻ്റ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫോം അയച്ചു കൊടുക്കാം. ആൻഡ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, മറ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫോം എന്താണ് ഇവരുടെ ചാനലുകളിൽ അവൈലബിൾ ആണ്. സോ ഇവരുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ്സ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ വരാൻ പോകുന്ന വർഷത്തെ ഡേറ്റ്സ് ആണ് സെപ്റ്റംബർ,
ഒക്ടോബർ, നവംബർ, അതായത് 3 ഡേറ്റിലെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റുകളും നിങ്ങൾക്ക് 3 ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മിഡ് ഓഫ് ദ ഇയറിലായിരിക്കും കാണുന്നത്. സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പീരീഡിൽ നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കുറച്ച് മുന്നേ മാത്രം പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മളൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ത്രോറോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സബ്ജക്ട്സ് ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. സോ നമ്മുടെ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിൻ്റെ ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ജനുവരി 2026 അല്ലെ, നെക്സ്റ്റ് ഇയറിൽ 2026 ജനുവരിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ടു second level exams will be held for the students from class 3 to 12. So class 1 to ഫസ്റ്റ് സ്റ്റേജ് എക്സാംസ് ഉണ്ടാവുള്ളൂ. 3 to 12 പഠിക്കുന്ന സ്റ്റുഡൻസിന് IEO, NSO ആൻഡ് IMO, അതായത് ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് ഒളിമ്പ്യാഡ്സിലാണ് സെക്കൻഡ് സ്റ്റേജ് ഉള്ളത്. അപ്പോൾ നമ്മളുള്ള എല്ലാ ഒളിമ്പ്യാഡ്സിനും സെക്കൻഡ് സ്റ്റേജില്ല, മേജർ ആയിട്ടുള്ള സയൻസ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് സെക്കൻഡ് സ്റ്റേജ് ഉള്ളത്. 3rd to 12th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിനാണ്. ബാക്കി ഒളിമ്പ്യാഡ്സിനൊക്കെ എന്താണ്, ഒരു സിംഗിൾ ലെവൽ എക്സാംസ് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒളിമ്പ്യാഡ് പോലെ നമുക്ക് പല എക്സാംസ് ഉണ്ടല്ലോ. നമ്മൾ USS ടെസ്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്, NMMS, NSTSC, CUET, ഡിഫറെന്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് ഈ എഴുതിയിട്ടുള്ള എക്സാംസ് മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് ഒരുപാട് എക്സാംസ് നമുക്കുണ്ട്. ഇപ്പോൾ SOFന്റെ തന്നെ 1, 2, 3 അല്ലെങ്കിൽ ഒരു 8 ടെസ്റ്റുകളും നമ്മുടെ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് എഴുതാം. അല്ലെങ്കിൽ മിനിമം നമുക്ക് എന്ത് ചെയ്യാം, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റുകൾ എഴുതാം. സോ ഈ ടെസ്റ്റുകൾക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് വേണം. സോ ഈ ഒരു പ്രാക്ടീസിന് വേണ്ടി തന്നെയാണ് നമ്മുടെ എക്സാൻവയുടെ ഫൗണ്ടേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ വർഷത്തെ അക്കാഡമിക്കുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ആയിട്ടുള്ള വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ബാച്ചസിലേക്കുള്ള ഡീറ്റെയിൽസിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്താണ് ഫൗണ്ടേഷൻ കോഴ്സസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. നമ്മളുടെ എക്സാൻവൈഡ് സ്റ്റുഡൻസിന് തന്നെ നിങ്ങൾ ഈ കണ്ടുള്ള SOF അടക്കം ഒരുപാട് ഒളിമ്പ്യാഡ്സിലുള്ള റിസൾട്ട്സ് ഒക്കെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എപ്പോഴാണ് ഈ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സാൻവൈ ഒളിമ്പ്യാഡ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ സ്കൂൾ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എക്സാൻവയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് ഒളിമ്പ്യാഡ്സിൽ, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഏതൊക്കെ എക്സാംസ് ആണ് മുന്നിൽ വരുന്നത്, എപ്പോഴാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ്, ഇനി സ്കൂളാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ സ്കൂൾ രജിസ്ട്രേഷൻ ആണ് നമ്മുടെ SOF ഒളിമ്പ്യാഡ്. സോ SOF ഒളിമ്പ്യാഡ്സ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയിക്കാം എങ്ങനെയാണ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ. ചില സ്കൂളുകൾ, മിക്ക സ്കൂളുകളും കണ്ടക്ട് ചെയ്യാറുണ്ട്, ചില സ്കൂളുകൾ കണ്ടക്ട് ചെയ്യാറില്ല, എല്ലാ ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് സ്കൂളിൽ ചോദിക്കാം ഇങ്ങനത്തെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക SOF ഒളിമ്പ്യാഡിന്റെ ഡീറ്റെയിൽസ് ഇതാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.